ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഏറ്റവും മികച്ച സെക്സ് പൊസിഷൻ ഏതാണ്? ഒരുമാതിരിപ്പെട്ട എല്ലാ സെക്സ് പൊസിഷനുകളുടെയും ഒരു പ്രശ്നം അത് ഒരു സ്ത്രീയെ പുരുഷനോടൊപ്പം രതിമൂർച്ചയിലെത്താൻ സഹായിക്കത്തില്ല എന്നുള്ള വസ്തുതയാണ്. അതിൻ്റെ കാരണം ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരഘടനയിലുള്ള ഒരു വ്യത്യാസം തന്നെയാണ്. സ്ത്രീകളെ രതിമൂർച്ചയിലെത്താൻ സഹായിക്കുന്ന അവരുടെ പ്രധാന ലൈംഗിക ഉത്തേജന കേന്ദ്രമായ ക്രിസരി സ്ഥിതി ചെയ്യുന്നത് യോനിക്കുള്ളിലല്ല, യോനിക്ക് പുറത്താണ്. അപ്പോൾ ഈ ക്രിസരിക്കും കൂടെ ഉത്തേജനം നൽകാൻ സഹായിക്കുന്ന സെക്സ് പൊസിഷനുകൾ താരതമ്യേന വളരെ കുറവാണ്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് സ്ത്രീകളുടെയും കൂടെ രതിമൂർച്ച ലക്ഷ്യമാക്കിക്കൊണ്ട് ശാസ്ത്രീയമായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ സെക്സ് പൊസിഷനെ പറ്റിയാണ്. ഇതിൻ്റെ പേരാണ് കാറ്റ് അഥവാ കോയിറ്റൽ അലൈൻമെൻറ്റ് ടെക്നിക്. നെറ്റ്ഫ്ലിക്സിലെ സെക്സ് ലൈഫ് എന്ന സീരീസ് കണ്ടിട്ടുള്ളവർ ഒരുപക്ഷെ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവാം. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്ററും സെക്ഷുവൽ ഹെൽത്ത് കൺസൾട്ടൻറ്റുമാണ്. എഡ്വേർഡ് ഐക്കിൾ എന്നു പേരുള്ള ഒരു അമേരിക്കൻ സെക്സ് ഗവേഷകൻ 80കളുടെ അവസാനത്തിൽ വികസിപ്പിച്ചെടുത്ത ഒരു സെക്സ് പൊസിഷനാണ് ഈ കാറ്റ് അഥവാ കോയിറ്റൽ അലൈൻമെൻറ്റ് ടെക്നിക്. ഈ ഒരു സെക്സ് പൊസിഷൻ അദ്ദേഹം വികസിപ്പിക്കാനുള്ള ഒരു പ്രധാന കാരണം സ്ത്രീ പുരുഷ ബന്ധത്തിലുള്ള ഒരു രതിമൂർച്ചയിലെ അന്തരം തന്നെയായിരുന്നു. അദ്ദേഹം തൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് സംസാരിച്ച സ്ത്രീകൾ ഈ പെനിട്രേറ്റീവ് സെക്സിലൂടെ, അതായത് ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്സിലൂടെ ഒരു രതിമൂർച്ചയിൽ എത്താറില്ല എന്ന് കണ്ടെത്തുകയുണ്ടായി. അപ്പം ഈ ഒരു അവസ്ഥ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും സ്ത്രീകൾക്കും പുരുഷന്മാരോടൊപ്പം ഒരുമിച്ച് രതിമൂർച്ചയിലെത്താൻ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ അദ്ദേഹം കണ്ടുപിടിച്ച ഒരു സെക്സ് പൊസിഷനാണ് ഈ കാറ്റ് അഥവാ കോയിറ്റൽ അലൈൻമെൻറ്റ് ടെക്നിക്. ഈ ഒരു സെക്സ് പൊസിഷനെ പറ്റി ആദ്യമായിട്ട് ഒരു ലേഖനം പബ്ലിഷ് ചെയ്തത് 1988 ജേർണൽ ഓഫ് സെക്സ് ആൻഡ് മാരിറ്റൽ തെറാപ്പിയിലായിരുന്നു. അപ്പോൾ എന്താണ് ഈ കാറ്റ്? ലോകമെമ്പാടുമുള്ള ദമ്പതികൾ ചെയ്യുവാൻ വളരെയധികം താല്പര്യം കാണിക്കുന്ന മിഷണറി പൊസിഷന്റെ ഒരു വ്യതിയാനമാണിത്. പക്ഷേ ഈ ഒരു വ്യതിയാനത്തിലൂടെ മാത്രം ആ ഒരു ലൈംഗിക ബന്ധം രണ്ടു പേർക്കും വളരെ മികച്ച ഒരു അനുഭവമാക്കി മാറ്റി തീർക്കും എന്നുള്ളതാണ് ഈ ഒരു സെക്സ് പൊസിഷന്റെ സവിശേഷത. അപ്പോൾ എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? ഇത് സാധാരണ മിഷണറി പൊസിഷനിൽ പുരുഷന്മാർ ഈ അടിച്ച് സെക്സ് ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ഒരു സെക്സ് പൊസിഷനല്ല ഇത്. മറിച്ച് ഇത് ശരീരത്തിൻ്റെ സമ്മർദ്ദം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സെക്സ് പൊസിഷനാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ മിഷണറി പൊസിഷനിൽ തുടങ്ങിയ ശേഷം, അതായത് ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം അടിച്ച് സെക്സ് ചെയ്യുന്നതിന് പകരം പുരുഷൻ തൻ്റെ ശരീരം, അതായത് നെഞ്ചിൻ്റെ ഭാഗം ഒരു സ്ത്രീയുടെ മുകളിലായിട്ട് കൊണ്ടുവരും. ഇതിൻ്റെ ഉദ്ദേശം ഒരു പുരുഷന്റെ അരക്കെട്ട്, അതായത് പെൽവിസ് എന്ന് പറയുന്ന ഭാഗം ഒരു സ്ത്രീയുടെ യോനിക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്രിസരിയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് സാവധാനത്തിൽ ക്രിസരിയെ സമ്മർദ്ദം ഉപയോഗിച്ച് ഉത്തേജിപ്പിക്കുക. ഇവിടെ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ആ സ്ഥിരം ചെയ്യാറുള്ള മിഷണറി പൊസിഷനിൽ ഒരു ചെറിയ ഭേദഗതി വരുത്തി ഒരു പുരുഷന്റെ ലിംഗത്തിൻ്റെ അടിഭാഗവും പ്യൂബിക് ബോൺ എന്ന് വിളിക്കുന്ന ഭാഗവും ഉപയോഗിച്ച് ഒരു പുരുഷന്റെ ശരീരം സ്ത്രീയുടെ ശരീരവുമായിട്ട് ചേർത്ത് സമ്മർദ്ദം ഉപയോഗിച്ച് ആ ക്രിസരിയെ ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടുപേരും ഒരുമിച്ച് ഒരുപോലെ ചെയ്യുന്ന ഒരു ഡാൻസിൻ്റെ സ്റ്റെപ്പ് മാതിരിയാണ്. എങ്കിൽ മാത്രമേ ഈ ഒരു പൊസിഷൻ വർക്ക് ആകത്തുള്ളൂ. ഈ ഒരു സമ്മർദ്ദമാണ് ഒരു സ്ത്രീയെ രതിമൂർച്ചയിലെത്താൻ സഹായിക്കുന്നത്. ഇത് സാധാരണ ചെയ്യുന്ന മിഷണറി പൊസിഷനിൽ പലപ്പോഴും ഉണ്ടാകാറില്ല. ഈ സെക്സ് എന്ന് പറയുന്നത് പല പുരുഷന്മാരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പോലെ അടിച്ചു ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമല്ല എന്ന് തെളിയിക്കുന്ന ഒരു സെക്സ് പൊസിഷൻ കൂടിയാണ് ഈ കാറ്റ്. ഈ ഒരു സെക്സ് പൊസിഷൻ സത്യത്തിൽ ഒരു സ്ത്രീയുടെ യോനിക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ക്രിസരിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമല്ല ഉത്തേജിപ്പിക്കുന്നത്. ഈ ക്രിസരി എന്ന് പറയുന്ന അവയവം ഏതാണ്ട് ഒരു ട്രൈപോഡിൻ്റെ ആകൃതിയിലുള്ള ഒരു അവയവമാണ്. ഈ ട്രൈപോഡിന് 3 കാലുകളാണ് ഉള്ളതെങ്കിൽ ക്രിസരിക്ക് ക്യൂറ എന്ന് വിളിക്കുന്ന 2 കാലുകൾ മാത്രമാണ് ഉള്ളത്. ഈ കാലുകൾക്ക് സമീപമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഉദ്ധരിക്കുവാൻ കഴിവുള്ള 2 ഇറക്ടൈൽ ടിഷ്യൂസാണ് വെസ്റ്റിബുലാർ ബൾബ്സ് എന്ന് വിളിക്കുന്നത്. ഇത് യോനിദ്വാരത്തിൻ്റെ ഇരുവശത്തുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ 2 കാലുകളും വെസ്റ്റിബുലാർ ബൾബ്സും ഒക്കെയാണ് ഒരു സ്ത്രീയുടെ ശരീരത്തിനുള്ളിലായിട്ട് യോനിക്ക് ചുറ്റുമുള്ള ഉത്തേജന കേന്ദ്രങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമ്മർദ്ദം ഉപയോഗിച്ച് ചെയ്യുന്ന സെക്സ് പൊസിഷനിലൂടെ ഈ ഒരു പ്രദേശത്തിന് മൊത്തത്തിൽ ഒരു ഉത്തേജനം ലഭിക്കുകയും ചെയ്യും. ഇത് വേറെ ഒരു സെക്സ് പൊസിഷനും സാധ്യമല്ല. ഡോക്ടർമാർ ചികിത്സിക്കുന്നത് ശരീര രോഗങ്ങളാണ്. സൈക്യാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ചികിത്സിക്കുന്നത് മാനസിക രോഗങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏകദേശം 90% ലൈംഗിക പ്രശ്നങ്ങളും ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗങ്ങളല്ല. അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് മരുന്നുകളല്ല, ശരിയായ അറിവും നിങ്ങളുടെ ലൈംഗികതയെ പറ്റിയുള്ള കാഴ്ചപ്പാട് മാറ്റാൻ സഹായിക്കുന്ന സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ഒരു കൺസൾട്ടേഷനും മാത്രം മതി. പക്ഷേ ഈ സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നും ഡോക്ടർമാരോ സൈക്കോളജിസ്റ്റുകളോ ഒന്നും അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സേവനം നൽകുവാൻ അവർക്ക് സാധ്യവുമല്ല.
ഈ ഒരു തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കി അവർ പുറത്തു പറയാൻ മടി കാണിക്കുന്ന ലൈംഗിക പ്രശ്നങ്ങൾ നാണക്കേടോ കുറ്റബോധമോ അപമാന ഭയമോ ഒന്നും കൂടാതെ സ്വകാര്യതയിൽ സുരക്ഷിതമായിട്ട് പങ്കുവച്ച് മരുന്നുകളൊന്നും കൂടാതെ പരിഹാരം കണ്ടുപിടിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് വിവോക്സിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളിലൊന്ന്. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കോയിറ്റൽ അലൈൻമെൻറ്റ് ടെക്നിക് അഥവാ കാറ്റ് എന്ന് പറയുന്ന സെക്സ് പൊസിഷൻ്റെ ഒരു പ്രശ്നം, ഇത് മറ്റ് സെക്സ് പൊസിഷനുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സെക്സ് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ ഇത് ചെയ്യുവാൻ കുറച്ച് പ്രാക്ടീസ് വേണം. അതുകൊണ്ട് തന്നെ ഈ കോയിറ്റൽ അലൈൻമെൻറ്റ് ടെക്നിക് ആദ്യമായിട്ട് പരീക്ഷിച്ചാൽ ഉടൻ തന്നെ അത് വർക്കാകും എന്നുള്ള ഒരു പ്രതീക്ഷ വെക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് സംഗീത് സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ് ഫോർ വിവോക്സ്. ജസ്റ്റ് സെക്സ്, നോ ഷെയിം.